ബന്ധപ്പെട്ട് ഉണ്ടാകും എന്നതാണ് പറയുന്നത്. പുനരന്വേഷണമാണ് ആവശ്യപ്പെടുന്നത്. നമുക്കറിയാം, നേരത്തെ ഇത് സംബന്ധിച്ച് അന്വേഷണം നടക്കുമ്പോൾ മുഖ്യമന്ത്രി അടക്കം ഇതിനെ രക്ഷാപ്രവർത്തനം എന്ന തരത്തിൽ ന്യായീകരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഒരു സാധാരണ പ്രതിഷേധത്തിന് നേരെയാണ് ഇത്ര കണ്ട് ക്രൂരമായ മർദ്ദനം അന്ന് ഉണ്ടായത്. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ വാഹനം ആലപ്പുഴയിലേക്ക് കടക്കുമ്പോഴായിരുന്നു ഇത്തരം സംഭവം ഉണ്ടായത്. ഇതിനെ പൂർണ്ണമായും പോലീസിനെ ന്യായീകരിച്ചില്ലെങ്കിൽ ഈ ഗൺമാന്മാരെ ന്യായീകരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടും മറ്റുമാണ് പുറത്തു വന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ ശക്തമായ നടപടിയും തുടർ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പരാതിയും നൽകും എന്ന് ആലപ്പുഴ MLA കൂടിയായ AD തോമസ് വ്യക്തമാക്കിയത്. അന്ന് AD തോമസ് അടക്കമുള്ള പ്രവർത്തകർക്കാണ് ഗവൺമെന്റിൽ നിന്നും ക്രൂരമായ മർദ്ദനം ഏൽക്കേണ്ടി വന്നത്. ആ ദൃശ്യങ്ങളടക്കം വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തിരുന്നതാണ്. അതിൽ നീതി തേടിയുള്ള പോരാട്ടം തുടരുമെന്നതാണ് MLA വ്യക്തമാക്കുന്നത്. ഗൗതം. ഓക്കെ, സുധീഷ് ഗോപാൽ ആലപ്പുഴയിൽ നിന്നും വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്ത നോക്കാം. നിയമസഭാ സാമാജികരുടെ വേതന വർധന ശുപാർശയിൽ UDF സർക്കാരിന്റെ തീരുമാനം നിർണായകമാകും. മന്ത്രിമാർ, സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ, പ്രതിപക്ഷ നേതാവ്, ചീഫ് വിപ്പ് തുടങ്ങിയവർക്ക് 1,24,929 രൂപയും MLA മാർക്ക് 1,500,000 രൂപയായിട്ടാകും സാലറി വർദ്ധിപ്പിക്കുക. ഈ ശുപാർശ മുന്നോട്ട് വെച്ചത് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷൻ റിപ്പോർട്ടാണ്. എതിർപ്പുകൾ ഭയന്ന് ഈ കമ്മീഷൻ റിപ്പോർട്ട് 3 വർഷത്തോളം പൂഴ്ത്തിവെച്ചിരുന്നു. പ്രശാന്ത് വിശദാംശങ്ങളുമായി ചേരുകയാണ്. പ്രശാന്ത്, ഈ 3 വർഷമായി പൂഴ്ത്തിവെച്ച ഈ കമ്മീഷൻ റിപ്പോർട്ട് UDF സർക്കാർ നടപ്പാക്കുമോ? ഇക്കാര്യത്തിൽ എന്തെങ്കിലും സൂചനകൾ നമുക്ക് ലഭ്യമാണ്? ഗൗതം, കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലാണ് പിണറായി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആദ്യം ഈ നീക്കങ്ങൾ നടക്കുന്നത്. 2022 ആ കാലഘട്ടത്തിലാണ് ഇത്തരത്തിൽ നിയമസഭാ സാമാജികരുടെ ശമ്പള പരിഷ്കരണം, അതായത് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരുടെ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ടൊരു കമ്മീഷൻ നിയോഗിക്കുന്നത്. അതിൽ ഇത്തരത്തിൽ മന്ത്രിമാർ, സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ, പ്രതിപക്ഷ നേതാവ്, ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്ക് 1,24,929 രൂപയായി വർദ്ധിപ്പിക്കണമെന്നായിരുന്നു ഈ ശുപാർശയിൽ പറയുന്നത്. അതായത് 97,000 രൂപ ഉണ്ടായിരുന്നതെന്നാണ് ഈ ഒറ്റയടിക്ക് 1,24,000 വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞത്. അതോടൊപ്പം തന്നെ MLA മാരുടെ ശമ്പളം 30,500 ആയിരുന്നു. ഇത് വർദ്ധിപ്പിച്ചുകൊണ്ട് 1,500,000 ആക്കി ഉയർത്തണമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ കമ്മീഷന്റെ റിപ്പോർട്ടിൽ പറഞ്ഞത്. ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ സംസ്ഥാനം കടന്നു പോകുമ്പോഴാണ് ഈ ശുപാർശയുമായി ബന്ധപ്പെട്ട് അത്തരത്തിലൊരു കമ്മീഷൻ നിയോഗിക്കുകയും ഒരു ഏകാംഗ കമ്മീഷൻ നിയോഗിച്ചുകൊണ്ട് ഈ നീക്കത്തിലേക്കൊക്കെ നടന്നത്. എന്തായാലും അതിനുശേഷം ഈ വലിയ രീതിയിൽ പ്രതിഷേധമുണ്ടാവും എന്നതടക്കമുള്ള കാര്യങ്ങൾ ഭയന്നുകൊണ്ട് ഇത് നിർത്തിവെക്കുകയും ചെയ്തു. ഈ ശുപാർശ ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. ഇനി വരാനിരിക്കുന്നത് UDF സർക്കാരാണ്. അതായത് പിണറായി സർക്കാരിന്റെ അവസാന കാലത്തടക്കം ഈ ശമ്പള വർധനവ് അതിലേക്ക് മുന്നോട്ട് പോകാനുള്ള നീക്കം നടത്തിയിരുന്നു. അതിനിടയ്ക്കാണ് തെരഞ്ഞെടുപ്പൊക്കെ എത്തുന്നത്. ഇപ്പോൾ ഇനി UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇനി എന്താണ് സംഭവിക്കുന്നതെന്നാണ് നോക്കിക്കാണുന്നത് ഏവരും. കാരണം ഈ ശമ്പള വർധനവുമായി ബന്ധപ്പെട്ട് തന്നെ UDF സർക്കാർ മുന്നോട്ട് പോകുമോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഗൗതം. ഓക്കെ, MLA മാരുടെയും നിയമസഭാ സാമാജികരുടെയും ശമ്പള വർധനവുമായി ബന്ധപ്പെട്ടുള്ള കമ്മീഷൻ റിപ്പോർട്ട് UDF സർക്കാർ നടപ്പാക്കുമോ എന്ന വലിയ ആകാംക്ഷയുണ്ട്. അതിൽ എന്ത് തീരുമാനമാകും പുതിയ സർക്കാർ എടുക്കുക എന്നത് നിർണായകമാകും. പ്രശാന്ത് ശങ്കർ മംഗലത്താണ് വിശദാംശങ്ങളുമായി ചേർന്നത്. പാലക്കാട് കുഴൽമന്ദത്ത് ചികിത്സാ പിഴവെന്ന് പരാതി. കുഴൽമന്ദം സ്വദേശിനി അലീമയെയാണ് വേദനയായി കുഴൽമന്ദം സാമൂഹിക ആശുപത്രിയിൽ 2 മാസം മുമ്പ് ചികിത്സ തേടിയത്. അലീമയ്ക്ക് ഡോക്ടർ കുത്തിവെപ്പ് നൽകിയിരുന്നു. പിന്നീട് കാലിന് തളർച്ച സംഭവിച്ചു. ആശുപത്രിയിൽ വീണ്ടും എത്തിയപ്പോൾ വിറ്റാമിൻ കുറവ് മൂലമാണ് ബുദ്ധിമുട്ട് ഉണ്ടായതെന്നും പറയുന്നുണ്ടായിരുന്നു. ആദ്യം പ്രതികരണം നോക്കാം. സ്മാരാർജി ഭവനിൽ BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷ് മാധ്യമങ്ങളെ കാണുകയാണ്. അതിന്റെ തത്സമയം സംബന്ധിച്ചിടത്തോളം അപമാനകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. കേരളത്തെ സംബന്ധിച്ച് അതിനിർണായകമായിട്ടുള്ള ഒരു സമയമാണിത്.